പിതാവ് VK ഇബ്രാഹിം കുഞ്ഞിന്റെ പാത പിന്തുടർന്ന് സംസ്ഥാന മന്ത്രിസഭയിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് കളമശ്ശേരിയുടെ സ്വന്തം അഡ്വക്കേറ്റ് VE അബ്ദുൽ ഗഫൂർ. മന്ത്രി P രാജുവിനെ മലർത്തിയടിച്ചാണ് അബ്ദുൽ ഗഫൂർ മണ്ഡലം തിരിച്ചുപിടിച്ചത്. മന്ത്രിമാരെ സ്വീകരിച്ച് നല്ല പരിചയമുള്ള കളമശ്ശേരിയിലെ ജനങ്ങൾ മന്ത്രി അബ്ദുൽ ഗഫൂറിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് കാത്തിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ ആലങ്ങാട് പഞ്ചായത്തിൽ മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെയും നദീറയുടെയും മൂത്ത മകനായി 1976 VE അബ്ദുൽ ഗഫൂർ ജനിച്ചത്. ആലുവ സെറ്റിൽമെന്റ് ഹൈസ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ക്രിക്കറ്റിനോടായിരുന്നു പ്രിയം. കേരള സംസ്ഥാന അണ്ടർ-16 ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കളമശ്ശേരി സെന്റ് പോൾസ് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി എന്നിവിടങ്ങളിലായിരുന്നു തുടർ വിദ്യാഭ്യാസം. 2000 കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്ത് പ്രാക്ടീസ് ആരംഭിച്ചു. 25 വർഷത്തിലധികം നിയമവൃത്തിയിൽ അബ്ദുൽ ഗഫൂർ സജീവമായിരുന്നു. കോളേജ് കാലഘട്ടത്തിൽ MSF മുഖേനയാണ് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്നത്. പിന്നീട് യൂത്ത് ലീഗിന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചു. FIT സ്റ്റാഫ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ്, TCC തൊഴിലാളി യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് എംപ്ലോയി ഓർഗനൈസേഷൻ പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അബ്ദുൽ ഗഫൂറിന് സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം എല്ലാ കാലത്തും അദ്ദേഹത്തിന് വീട്ടുകാര്യം തന്നെയായിരുന്നു. 2021 ലീഗ് കോട്ടയായിരുന്ന കളമശ്ശേരിയിൽ P രാജീവ് നേടിയ അട്ടിമറി വിജയം രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു. വ്യവസായ മന്ത്രി എന്ന നിലയിലുള്ള നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു P രാജീവ് ഇത്തവണ വോട്ട് തേടിയത്. പിതാവ് VK ഇബ്രാഹിം കുഞ്ഞിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഉയർത്തിക്കാട്ടിയായിരുന്നു അബ്ദുൽ ഗഫൂർ വോട്ടർമാരെ സമീപിച്ചത്. 16,312 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് അദ്ദേഹം വിജയിച്ചത്. 2008 മണ്ഡല പുനർനിർണയത്തിന് ശേഷം രൂപം കൊണ്ട കളമശ്ശേരി മണ്ഡലത്തിൽ VK ഇബ്രാഹിം കുഞ്ഞിലൂടെയായിരുന്നു 2011 2016 മുസ്ലിം ലീഗ് ആധിപത്യം ഉറപ്പിച്ചത്. ഒരു തവണ കൈവിട്ടു പോയെങ്കിലും മിന്നുന്ന വിജയത്തോടെയാണ് അബ്ദുൽ ഗഫൂർ മണ്ഡലം തിരിച്ചുപിടിച്ച് നിയമസഭയിലേക്ക് എത്തുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.